പൊതുസ്ഥലമാറ്റത്തിന് മുന്നേ തന്നെ തദ്ദേശ വകുപ്പിൽ കൂട്ടസ്ഥലം മാറ്റം. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിമാർ, കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടുന്ന 264 ഉദ്യോഗസ്ഥർക്കാണ് മാറ്റം. വകുപ്പിന്റെ പ്രവർത്തനം സുഗമമാക്കാനാണ് സ്ഥലമാറ്റം എന്നതാണ് ഉത്തരവിൽ പറയുന്നത്. അമൽ തേനമറമ്പിൽ വിവരങ്ങളുമായിട്ടുണ്ട്. അമൽ, ഈ വകുപ്പിന്റെ പ്രവർത്തനം സുഗമമാക്കാൻ എന്തുകൊണ്ടാണ് 264 പേർക്ക് അങ്ങനെ ഒരു ഈ പൊതു സ്ഥലമാറ്റത്തിന് മുന്നോടിയായിട്ടൊരു സ്ഥലമാറ്റം വരുന്നത്? ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിലുള്ള സ്ഥലമാറ്റമാണോ, അതോ സർക്കാർ പറയുന്നത് പോലെ സംവിധാനം മെച്ചപ്പെടാനാണോ? ഭരണ സൗകര്യാർത്ഥം പൊതുതാൽപര്യത്തിന് വിധേയമായി ജീവനക്കാരുടെ പൊതുസ്ഥലമാറ്റം നടപ്പാക്കേണ്ടത് അനിവാര്യതയാണ് എന്നുള്ളതാണ് ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെയാണ് ഇതിപ്പോൾ 264 പേരുടെ നിയമന ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. പൊതുസ്ഥലമാറ്റം നടപ്പായിട്ടില്ല. 2025 തദ്ദേശ തിരഞ്ഞെടുപ്പ്, 26 പൊതു തിരഞ്ഞെടുപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പ്, ആ രണ്ട് തിരഞ്ഞെടുപ്പുകൾ നടന്നതിനാൽ അതോടൊപ്പം തന്നെ സെൻസസിൻ്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നതിനാലും ഇവരുടെ പൊതുസ്ഥലമാറ്റം നടന്നിരുന്നില്ല. അതിനുശേഷം ഇപ്പോൾ മുൻഗണനാക്രമം അനുസരിച്ചുകൊണ്ട് ഈ വെബ്സൈറ്റിലേക്ക് വിവരങ്ങൾ ആഡ് ചെയ്ത് ഓൺലൈനായി അപേക്ഷ നൽകിയാണ് ഈ സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള സ്ഥലമാറ്റമെല്ലാം പൊതുസ്ഥലമാറ്റം നടക്കുന്നത്. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ വേഗത്തിൽ ഇത്തരത്തിലൊരു സ്ഥലമാറ്റ നീക്കം നടന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മന്ത്രിയുടെ ഒരു കുറിപ്പ് കഴിഞ്ഞ ദിവസം വിവാദമായിരുന്നു. മന്ത്രി ജൂലൈ 8 എഴുതിയ ഒരു കുറിപ്പിൽ പറഞ്ഞു വെച്ചിരുന്ന അതേ വാചകങ്ങൾ ഇപ്പോൾ ഈ സ്ഥലമാറ്റ ഉത്തരവിലും ആവർത്തിക്കുകയാണ്. ഈ ഭരണ സൗകര്യാർത്ഥം എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി എന്നുള്ളതാണ്. ഇഷ്ടക്കാരെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കം നടക്കുന്നു എന്ന വിമർശനം നേരത്തെ തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നതാണ്. ഏകദേശം 400ഓളം ഉദ്യോഗസ്ഥരെ തിടുക്കപ്പെട്ട് സ്ഥലം മാറ്റാനുള്ള, സ്ഥലം മാറ്റാനുള്ള ഒരു നീക്കമാണ് നടന്നത് എന്നുള്ളതായിരുന്നു ഈ ഉയർന്നു വന്ന വിമർശനം. എന്തായാലും അത് വകുപ്പ് കണക്കിലെടുക്കുന്നില്ല. തദ്ദേശ വകുപ്പിൽ നിന്നും KM ഷാജിയുടെ കത്തിലൊക്കെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ഭരണ സൗകര്യാർത്ഥം 264 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിരിക്കുന്നു. ഈ കുറിപ്പ് ചോർന്നത്, മന്ത്രി 8-ാം തീയതി സെക്രട്ടറിക്ക് അയച്ച കുറിപ്പ് ചോർന്നത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ്. അതങ്ങനെ വ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ വിമർശനങ്ങളൊക്കെ ഉയർന്നത്. ഇത് സംബന്ധിച്ച വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴെന്തായാലും അത് സംബന്ധിച്ച് ഉത്തരവും പുറത്തിറങ്ങുകയാണ്. പക്ഷേ 400 എന്ന് പറയുന്ന സംഖ്യയില്ല. 264 ആളുകളുടെ സ്ഥലം മാറ്റ ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്.